സഹോദരരെ, നിങ്ങളെല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏകമനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം തിരുവചനം. കൂട്ടുകൂടാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. കൂട്ടായ്മയിൽ നിലനിൽക്കാനാണ് ബുദ്ധിമുട്ട്. എത്ര സുന്ദരമായും സന്തോഷമായും കഴിയേണ്ട ഭവനങ്ങളാണ് കൂട്ടായ്മയുടെ കുറവ് കൊണ്ട് ശവപ്പറമ്പ് പോലെ കഴിഞ്ഞുകൂടുന്നത്. മാതാവിൻ്റെ ജീവിതം കൂട്ടായ്മയുടെ ജീവിതമായിരുന്നു. എല്ലാവരെയും ഒന്നിച്ചു നിർത്താനുള്ള വൈഭവം അമ്മയ്ക്ക് സ്വന്തമായിരുന്നു. പക്ഷപാതമില്ലാതെ വിളമ്പാനും മുൻവിധിയില്ലാതെ സ്നേഹിക്കാനും കഴിഞ്ഞതാണ് അമ്മയുടെ കൂട്ടായ്മയുടെ രഹസ്യം. മക്കളായ നമുക്കും ഈ പുണ്യം അമ്മയിൽ നിന്നും കടമെടുക്കാം. അവർ തനിച്ചിരുന്നു പ്രാർത്ഥിക്കുമ്പോഴല്ല ഉദ്ധിതൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും നിങ്ങൾക്ക് സമാധാനമെന്ന് ആശംസിച്ചതും. അവർ ഒന്നിച്ച് ഒരേ മനസ്സോടെ ജീവിച്ചപ്പോഴാണ് അവർ ദൈവിക സാന്നിധ്യം അറിഞ്ഞത്. സെഹിയോൻ മാളികയിൽ മാത്രമല്ല, കാനായിലും അവർ ഒരുമിച്ചാണ് നിലനിന്നത്. ഒരുമിച്ച് കൂട്ടായ്മയിൽ നിന്ന സമയത്തെല്ലാം അവർ അത്ഭുതങ്ങൾ കണ്ടു എന്ന് തിരുവചനം. നമുക്കും ഒന്നിച്ചു നിൽക്കാം. അപ്പോൾ വചനം നമ്മിൽ മാംസം ധരിക്കും. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.